ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. അൽഹംദുലില്ലാഹ്, സർവസ്തുതികളും അള്ളാഹുവിനാണ്. അൽ മുതഫരിദി, ഏകനായ, തനിച്ചവനായ, ബിൽ ഉലൂഹിയത്തി, ഇലാഹ ഇരിക്കുക എന്ന വിഷയത്തിൽ, ആരാധ്യനായിരിക്കുക എന്ന വിഷയത്തിൽ ഏകനായ അള്ളാഹുവിനാണ് സർവസ്തുതികളും. അപ്പൊ ആരാധ്യനായിരിക്കുക എന്ന വിഷയത്തിൽ ഏകനാണ് അള്ളാഹു. അള്ളാഹുവിനെ പോലെ ആരാധിക്കപ്പെടുന്നവർ വേറെയില്ല. അത് അള്ളാഹു മാത്രമേ ഉള്ളൂ. വസ്സലാത്തു, അള്ളാഹുവിൻ്റെ സ്വലാത്തും, വസ്സലാമു, അള്ളാഹുവിൻ്റെ സലാമും, അലാ സയ്യിദിന മുഹമ്മദിൻ, നമ്മുടെ നേതാവാകുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ ഉണ്ടായിരിക്കട്ടെ. അൽ മബ്ഊസി ബി മക്ക, മക്കയിൽ ഭൂജാതരായ. മബ്ഊസ് എന്ന വാക്കിന് മൗലൂദ് എന്നാണ് അർത്ഥം പറയാ. നിയോഗിക്കപ്പെട്ടവർ എന്ന അർത്ഥമുണ്ട്, പ്രസവിക്കപ്പെട്ടവർ എന്ന അർത്ഥവുമുണ്ട്. വൽ മദ്ഫൂനി ബിൽ മദീന, മദീനയിൽ വഫാത്തായ, മദീനയിൽ മറമാടപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ ഉണ്ടായിരിക്കട്ടെ. വഅല ആലിഹി, അവിടുത്തെ കുടുംബങ്ങളുടെ മേലിലും, വസ്വഹ്ബിഹി, അവിടുത്തെ അനുചരന്മാരുടെ മേലിലും, അജ്മഈൻ, എല്ലാവരുടെ മേലിലും ഉണ്ടായിരിക്കട്ടെ. വബഅദു, ബിസ്മി, ഹംദ്, സ്വലാത്ത്, സലാം തുടങ്ങിയ പ്രാരംഭ മുറകൾക്ക് ശേഷം. അപ്പോൾ ഒരു കാര്യം ആരംഭിക്കുമ്പോൾ ഉണ്ടായിരിക്കേണ്ട പ്രാരംഭ മുറകൾ ബിസ്മി, ഹംദ്, സ്വലാത്ത്, സലാം എന്നിവയാണ്. കുല്ലു അംരിൻ ദീ ബാലിൻ ലം യുബ്ദഅ ബി ബിസ്മില്ലാഹി ഫഹുവ അഖ്തഅ ഫഹുവ അബ്തർ എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. ബിസ്മി കൊണ്ട് തുടങ്ങാത്ത എല്ലാ കാര്യങ്ങളും ബറക്കത്തില്ലാത്തതാണ് എന്നാണ് സാരം. ഇപ്രകാരം തന്നെ ഹംദിനെ കുറിച്ചും അൽഹംദുലില്ലയെ കുറിച്ചും ഇപ്രകാരം തന്നെ ഹദീസിൽ വന്നിട്ടുണ്ട്. ഏതൊരു കാര്യത്തിൻ്റെയും തുടക്കത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ് ബിസ്മിയും ഹംദും. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത്. സ്വലാത്ത് എന്ന് പറയുന്നത് ബഹുമാനത്തോടു കൂടി അള്ളാഹു ഗുണം ചെയ്യലാണ്. അതിനാണ് സ്വലാത്ത് എന്ന് പറയാം. സലാം എന്ന് പറഞ്ഞാൽ രക്ഷയാണ്. എല്ലാ തരം ന്യൂനതകളിൽ നിന്നും, എല്ലാ അപകടങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നുമുള്ള രക്ഷ. അതൊക്കെ നമ്മുടെ നബിതങ്ങളാകുന്ന, നേതാവാകുന്ന നബിതങ്ങളുടെ മേലിൽ ഉണ്ടാകട്ടെ. മക്കയിൽ ഭൂജാതരായ, മദീനയിൽ വഫാത്തായ നബിതങ്ങളുടെ മേലിൽ ഉണ്ടാവട്ടെ. അവിടുത്തെ കുടുംബത്തിൻ്റെയും അനുചരന്മാരുടെയും മറ്റെല്ലാവരുടെയും മേലിൽ ഉണ്ടാവട്ടെ എന്നാണ് പറഞ്ഞത്. ഫഹാദ കിതാബുൽ ഈമാനി വൽ ഇസ്ലാം. ഫഹാദ, അപ്പോൾ ഇത്, കിതാബുൽ ഈമാനി വൽ ഇസ്ലാം, ഇത് ഈമാനിനെ കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും പറയുന്ന, ഈമാനിന്റെയും ഇസ്ലാമിന്റെയും കിതാബാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാം 5 കാര്യങ്ങളുടെ മേലിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ഷഹാദത്തി അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. 5-ൽ ഒന്നാമത്തെ കാര്യം അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല എന്ന സാക്ഷ്യവും, നിശ്ചയം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ അടിമയും ദൂതരുമാണ് എന്ന സാക്ഷ്യവുമാണ്. വ ഇഖാമിസ് സ്വലാത്തി, നിസ്കാരം നിലനിർത്തലും, വ ഈതാഇ സക്കാത്തി, സക്കാത്ത് കൊടുത്തു വീട്ടലും, വ സൗമി റമളാന, റമളാൻ മാസം നോമ്പനുഷ്ഠിക്കലും, വ ഹജ്ജിൽ ബൈത്തി, കഅബാലയത്തിൽ ചെന്ന് ഹജ്ജ് നിർവഹിക്കലും, മനിസ്തത്വഅ ഇലൈഹി സബീല, തടിയാലും മുതലാലും വഴിയാലും സൗകര്യപ്പെട്ട ആളുകൾ ഹജ്ജ് നിർവഹിക്കലുമാണ് ഇസ്ലാമിലെ 5 കാര്യങ്ങൾ. ഈ 5 കാര്യങ്ങളുടെ മേലിലാണ് ഇസ്ലാമിനെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ 5 തൂണുകളുള്ള ഒരു ബിൽഡിംഗ് പോലെയാണ് പരിശുദ്ധമായ ഇസ്ലാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഈമാനു, ഈമാൻ എന്നാൽ അൻ തുഅ്മിന ബില്ലാഹി, നീ അല്ലാഹുവിൽ വിശ്വസിക്കലാണ്, വ മലായികത്തിഹി, അവൻ്റെ മാലാഖമാരിലും, വ കുതുബിഹി, അവൻ്റെ വേദഗ്രന്ഥങ്ങളിലും, വ റുസുലിഹി, അവൻ്റെ ദൂതന്മാരിലും, വൽ യൗമിൽ ആഖിരി, അന്ത്യനാളിലും, വൽ ഖദരി, വിധിയിലും നീ വിശ്വസിക്കലാണ്. എന്താണ് വിധിയിലുള്ള വിശ്വാസം? ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല, വിധിയിൽ നല്ലതും ചീത്തയും
നമുക്ക് അനുകൂലമായതും പ്രതികൂലമായതും ഒക്കെ ഉണ്ടാകും. അതെല്ലാം അള്ളാഹുവിൽ നിന്നാണ്, അള്ളാഹുവിൻ്റെ അറിവോടുകൂടിയാണെന്ന് വിശ്വസിക്കലാണ്. വതുഅ്മിന ബിൽ ജന്ന, നീ സ്വർഗം കൊണ്ട് വിശ്വസിക്കലാണ്. വതുഅ്മിന ബിന്നാർ, നരകം കൊണ്ടും വിശ്വസിക്കലാണ്. വതുഅ്മിന ബിൽ മീസാൻ, നന്മയും തിന്മയും തൂക്കുന്ന തുലാസ് കൊണ്ട് വിശ്വസിക്കലാണ്. വതുഅ്മിന ബിൽ ബഅസി ബഅദൽ മൗത്ത്, മരണത്തിനു ശേഷം പുനർജന്മമുണ്ട് എന്ന കാര്യവും നീ വിശ്വസിക്കലാണ്. ഇതാണ് ഈമാൻ കാര്യങ്ങൾ. ഈമാൻ കാര്യങ്ങൾ 6 അള്ളാഹുവിലുള്ള വിശ്വാസം, മലക്കുകളിലുള്ള വിശ്വാസം, വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം, അംബിയാ മുർസലീങ്ങളിലുള്ള വിശ്വാസം, അന്ത്യനാളിലുള്ള വിശ്വാസം, നന്മയും തിന്മയുമായ മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണ്, അവൻ്റെ അറിവോടു കൂടിയാണെന്നുള്ള വിശ്വാസം. ഇതാണ് ഈ 6 കാര്യങ്ങളാണ് ഈമാൻ കാര്യങ്ങൾ. പിന്നീട് സ്വർഗം, നരകം, മീസാൻ, പുനർജന്മം, ഈ കാര്യങ്ങൾ കൂടി പറഞ്ഞു. അതൊക്കെ അന്ത്യദിനവുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിന്റെ ഭാഗം തന്നെയാണ്. ആ ഹദീസിൽ അതുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പറഞ്ഞു എന്നതാണ് ഈ ഹദീസിന്റെ പ്രത്യേകത.